ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പുളിശ്ശേരി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പഴം പുളിശ്ശേരി ഉണ്ടാക്കുവാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. ഇനി നമുക്കിത് തോല് കളഞ്ഞ് അരിഞ്ഞെടുക്കാം. പഴം അധികം പഴുക്കുകയും ചെയ്യരുത്, എന്നാൽ പച്ചയായിരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതേപോലെ ഇരിക്കണം പഴം. ഇനി നമുക്കിത് 2ആയി കട്ട് ചെയ്യാം. ഇനി ഇതിനെ ഒന്നുകൂടെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഈ കറുത്ത തരികളുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് എടുത്തു കളയാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറുതായി അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇടാം. ഇത് മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ വലിപ്പം മതി. ഇങ്ങനെ നമുക്ക് 2 പഴവും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പഴം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് ശരിയാക്കാം. അരപ്പ് തയ്യാറാക്കാനായി ഞാൻ ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ചെറിയ നാളികേരം കേട്ടോ, അതുകൊണ്ടാണ് ഒരു മുറി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 8-10 കുരുമുളക്, പിന്നെ ഒരു 3 ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി അല്പം വെള്ളം ഇതിൽ ഒഴിക്കാം. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്, പരഞ്ഞു കിട്ടില്ല. ഇപ്പോൾ ഞാൻ അരപ്പ് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പഴം വെന്തോന്നൊന്ന് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പഴം വേവിക്കാനിടുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ കേട്ടോ. ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം തൈരാണ്. അത് കട്ടയൊന്നും ഇല്ലാതെ ഒരു ഫോർക്ക് കൊണ്ട് ശരിക്ക് ഇളക്കി ഇങ്ങനെ എടുക്കണം കണ്ടോ. ഇനി നമുക്കിത് നമ്മളെ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അരപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തൈര് കേട്ടോ, അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ ഇടവരരുത് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം.
തൈര് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള തൈര് എടുക്കണം കേട്ടോ, എന്നാലേ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 4 ഉണക്കമുളക് 2ആയി മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരല്പം മുളക് പൊടി ഇതിലേക്കിട്ട് ഒന്ന് മൊരിയിച്ചിടാം. കാരണം മുളക് പൊടി ഇങ്ങനെ മൊരിയിച്ചിടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും പുളിശ്ശേരിക്ക്. ഇനി നമുക്കിത് മോരുകറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരല്പസമയം ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്തൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ക്യാമറയിൽ പെട്ടില്ല, അപ്പോൾ അതൊന്ന് ഓർപ്പിക്കുവാണേ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര അല്ലെങ്കിൽ അല്പം പഞ്ചസാര. ഇത് മധുരമുള്ളൊരു കറിയാണല്ലോ, പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ അത് ക്യാമറയിൽ പെട്ടില്ല, അപ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്തോളണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.